2029 പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പരിഷ്കാരം നടപ്പിലാക്കാനൊരുങ്ങി കേന്ദ്രം. ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ് എന്ന് സൂചന. പരിഷ്കാരത്തിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പാർലമെന്ററി സംയുക്ത സമിതി അധ്യക്ഷൻ പി ചൗധരി അറിയിച്ചു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പരിഷ്കാരം 2029 പൊതു തെരഞ്ഞെടുപ്പോടെ നിലവിൽ വന്നേക്കുമെന്നാണ് സൂചന. ഇതിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വിഷയവുമായി ബന്ധപ്പെട്ട ബില്ലുകൾ പരിഗണിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതി അധ്യക്ഷനും BJP MPയുമായ പി ചൗധരി പറഞ്ഞതോടെയാണ് അഭ്യൂഹം ശക്തമായത്. തെരഞ്ഞെടുപ്പ് പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് സമവായത്തിലെത്തിച്ചേരുന്നതിന്റെ ഭാഗമായി രാജ്യത്തെമ്പാടുമുള്ള വിവിധ കക്ഷികളുമായി JPC കൂടിക്കാഴ്ച നടത്തിയെന്നും 99% പേരും നിർദ്ദിഷ്ട പരിഷ്കാരത്തെ പിന്തുണച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. അടിക്കടിയുണ്ടാകുന്ന തെരഞ്ഞെടുപ്പുകൾ കാരണം രാജ്യത്ത് ഏകദേശം 7 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്നാണ് സമിതിയുടെ കണ്ടെത്തൽ. വ്യത്യസ്ത മാർഗങ്ങൾ പഠിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വീകാര്യമായ സംവിധാനം നിർമ്മിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് JPCയുടെ വാദം. രാഷ്ട്രീയ പാർട്ടികളും മുഖ്യമന്ത്രിമാരും സമ്മതിച്ചാൽ ചില സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ 2029 മുൻപ് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ഏകോപിപ്പിക്കാനാണ് കേന്ദ്രത്തിന്റെ ശ്രമം. RSSന്റെ സുപ്രധാന അജണ്ടയായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യം നേടാനുള്ള ബിൽ 2024 ഡിസംബറിലാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. പിന്നാലെ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുകയായിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.